കർത്താവിൽ പ്രിയമുള്ളവരെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. മഹാമാരിയുടെ പ്രതിസന്ധിയിലൂടെ നാം മുമ്പോട്ട് പോകുന്നതുകൊണ്ട് ദേവാലയത്തിൽ കടന്നു വന്ന് പൊതുവാരാധനയിൽ സംബന്ധിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. എന്നാൽ വിവിധ സ്ഥലങ്ങളിലും ഭവനങ്ങളിലും ഇരുന്നു കൊണ്ട് ത്രിയേക ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് അവസരം നൽകുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരെയും ഹൃദയംഗമായിട്ട് ദിവ്യ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഇന്ന ദിവസം ഗായസംഘ ഞായറാഴ്ചയായിട്ട് നാം ആഘോഷിക്കുമ്പോൾ സഭ ഒരു ആരാധനാ സമൂഹമായി ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഗണമായിട്ട് നിലനിൽക്കുവാൻ തക്കവണ്ണം സാധ്യമാകണം. നമ്മുടെ ഗായസംഘാംഗങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വിശ്വസ്തയോടുകൂടി നിറവേറ്റുവാനും കർത്താവ് സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവ സാന്നിധ്യ ബോധത്തോടെ ഭയഭക്തിയോടുകൂടി ഈ ദിവ്യ ശുശ്രൂഷയിൽ നമുക്ക് പങ്കെടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, സ്തുതികളിൽ അധിവസിക്കുന്ന കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ തക്കവണ്ണം ഈ വിശുദ്ധ ദിവസം അവിടുന്ന് ഞങ്ങൾക്ക് കൃപയേകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജീവിതമാണ് ഞങ്ങളുടേതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കുറവുകളെയും കുറ്റങ്ങളെയും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ശുദ്ധി പ്രാപിപ്പാനും ഞങ്ങളുടെ ജീവിതമാകുന്ന ഗാനം താളാത്മകമായി തീരുവാനും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിലെ സത്യങ്ങളെ ഉൾക്കൊള്ളുവാനും യഥാർത്ഥ ആരാധന സമൂഹം എപ്രകാരമായിരിക്കണമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ ആത്മീക ജീവിതം നയിപ്പാനും അവിടുന്ന് കൃപയേകണമേ. ഞങ്ങളുടെ ഭാരങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് ആശ്വാസം പ്രാപിപ്പാൻ തക്കവണ്ണം ഇന്നത്തെ ആരാധന സഹായകരമാക്കി തീർക്കണമേ. പലയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ദിവ്യ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാവരുടെ മേലും ദൈവികമായിട്ടുള്ള ആത്മാവിനെ അവിടുന്ന് പകരണമേ. ക്രിസ്തുവിൽ ഞങ്ങൾ ഒന്നാക്കപ്പെട്ടവരെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് കർത്താവേ, നിന്നെ ആരാധിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾക്ക് കൃപയേകണമെന്ന് യേശു മശിഹാമുലടികൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന ദയ തോന്നി കേൾക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ജ്ഞാനകീർത്തനങ്ങളിൽ 74-ാമത്തെ കീർത്തനം ഈ സമയത്ത് ചേർന്ന് പാടാവുന്നതാണ്. ഹിം നമ്പർ 74, കീർത്തനം 74. യേശുവേ
കാലത്തെയും വൈകുന്നേരത്തെയും ആരാധനക്രമം, രണ്ടാമത്തെ ശുശ്രൂഷാക്രമം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്നും നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കേണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ത്രിത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമി നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി. നമ്മളുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ശ്രമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്നവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളെ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. അല്പസമയം നമ്മെ തന്നെ പരിശോധിക്കാം. നിങ്ങൾ പാടിയില്ലെങ്കിൽ കല്ലുകൾ
ആർക്കുമെന്ന് അരുളി ചെയ്ത കർത്താവ് നമ്മുടെ ജീവിതം ദൈവത്തിനുള്ള ആരാധനയായിട്ട് തീരണമെന്ന് കർത്താവിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നു. സർവകൃപാലുവായിട്ടുള്ള ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ നൽകിയിരിക്കുമ്പോൾ, സ്വന്തം പുത്രനെ നൽകി നമ്മെ വീണ്ടെടുത്തുവെങ്കിൽ ആ വീണ്ടെടുപ്പ് വില മനസ്സിലാക്കാതെ നമ്മുടെ ജീവിതമാകുന്ന ഗാനം താളമില്ലാതെ പോയിരിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് വിനയഹൃദയത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യരുതാത്ത കാര്യങ്ങൾ നാം പ്രവർത്തിച്ചിരിക്കുന്നു. യേശുവേ, ദാവീദ് പുത്ര, കരുണയുണ്ടാകണമേ. കാൽവറിയിലെ രക്തത്താൽ കഴുകപ്പെട്ട് ശുദ്ധിയുള്ള നിലയങ്കിയോടുകൂടി നിന്നെ ആരാധിക്കുന്ന സമൂഹമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് വിനയഹൃദയത്തോടുകൂടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. ഒന്നാമത്തെ പ്രാർത്ഥനയിൽ നമുക്കെല്ലാവർക്കും പങ്കുചേരാം. ഒന്നാമത്തെ അനുതാപ പ്രാർത്ഥന. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ നിന്റെ വഴികളിൽ നിന്ന് തെറ്റിച്ചു നീയിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെ, വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങളേറ്റുമനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ വിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല. അരിഷ്ടന്മാരായ കുറ്റക്കാരായ നിങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിഴകളെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവഭക്തിയോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. ആമേൻ. സർവശക്തനും കരുണയുമുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്കേവർക്കും നൽകുമാറാകട്ടെ. ദൈവവചന ശുശ്രൂഷ. കർത്താവിനെ സ്തുതിക്കുവീൻ. 95-ാം സങ്കീർത്തനം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഈ സമയത്ത് നമുക്ക് വാക്യം പ്രതിവാക്യമായിട്ട് ചൊല്ലാം. സങ്കീർത്തനം 95. വരുവേ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്കാർപ്പിടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവന്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ. സമുദ്രം അവനുള്ളത്, അവനതിനെ ഉണ്ടാക്കി, കരയെയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. വരുവേ, നാം മടങ്ങി നമസ്കരിക്കാം, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. അവൻ നമ്മളുടെ ദൈവമാകുന്നു, നാം അവൻ മേയിക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഈ സമയത്ത് ഇന്നത്തേക്കുള്ള പാഠഭാഗങ്ങളെ വായിച്ച് കേൾക്കാവുന്നതാണ്. പഴയ നിയമ വേദഭാഗം 1-ാം പാഠം.
ഗായകസംഘ ഞായറാഴ്ചയായ ഈ വിശുദ്ധ ദിവസത്തെ ആരാധനയ്ക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദഭാഗം പുറപ്പാട് പുസ്തകത്തിൽ 15-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. പുറപ്പാട് 15-ന്റെ 1 മുതൽ 21 വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയതെന്തെന്നാൽ, ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും, അവൻ മഹോന്നതൻ, കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. എൻ്റെ ബലവും എൻ്റെ ഗീതവും യഹോവയത്രേ, അവൻ എനിക്ക് രക്ഷയായി തീർന്നു. അവൻ എൻ്റെ ദൈവം, ഞാൻ അവനെ സ്തുതിക്കും. അവൻ എൻ്റെ പിതാവിൻ ദൈവം, ഞാൻ അവനെ പുകഴ്ത്തും. യഹോവ യുദ്ധവീരൻ, യഹോവ എന്ന് അവൻ്റെ നാമം. ഫറവോൻ്റെ രഥങ്ങളെയും സൈന്യത്തെയും അവൻ കടലിൽ തള്ളിയിട്ടു. അവൻ്റെ രഥീപ്രവരന്മാർ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ആഴി അവരെ മൂടി, അവർ കല്ലുപോലെ ആഴത്തിൽ താണു. യഹോവേ, നിൻ്റെ വലങ്കൈ ബലത്തിൽ മഹത്വപ്പെട്ടു. യഹോവേ, നിൻ്റെ വലങ്കൈ ശത്രുവിനെ തകർത്ത് കളഞ്ഞു. നീ എതിരാളികളെ മഹാപ്രഭാവത്താൽ സംഹരിക്കുന്നു. നീ നിൻ്റെ ക്രോധം അയക്കുന്നു, അത് അവരെ താളടിയെപ്പോലെ ദഹിപ്പിക്കുന്നു. നിൻ്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം കുനിച്ചുകൂടി, പ്രവാഹങ്ങൾ ചിറ പോലെ നിന്നു. ആഴങ്ങൾ കടലിൻ്റെ ഉള്ളിൽ ഉറച്ചുപോയി. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. എൻ്റെ ആശ അവരാൽ പൂർത്തിയാകും. ഞാൻ എൻ്റെ വാൾ ഊരും, എൻ്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു. നിൻ്റെ കാറ്റിനെ നീ ഊതിച്ചു, കടൽ അവരെ മൂടി. അവർ ഈയം പോലെ പെരുവെള്ളത്തിൽ താണു. യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാർ. വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യനാർ. നീ വലങ്കൈ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി. നീ വീണ്ടെടുത്ത ജനത്തെ ദയയാൽ നടത്തി. നിൻ്റെ വിശുദ്ധ നിവാസത്തിലേക്ക് നിൻ്റെ ബലത്താൽ അവരെ കൊണ്ടുവന്നു. ജാതികൾ കേട്ട് നടുങ്ങുന്നു. ഫെലിസ്തീൻ നിവാസികൾക്ക് ഭീതി പിടിച്ചിരിക്കുന്നു. ഏദോമ്യ പ്രഭുക്കന്മാർ ഭ്രമിച്ചു. മോവാബ്യ മുമ്പന്മാർക്ക് കമ്പം പിടിച്ചു. കനാന്യ നിവാസികളെല്ലാം ഉരുകിപ്പോകുന്നു. ഭയവും ഭീതിയും അവരുടെ മേൽ വീണു. നിൻ ഭുജമഹാത്മ്യത്താൽ അവർ കല്ലുപോലെയായി. അങ്ങനെ യഹോവേ, നിൻ്റെ ജനം കടന്നു. നീ സമ്പാദിച്ച ജനം കടന്നുപോയി. നീ അവരെ കൊണ്ടുചെന്നു തിരുനിവാസത്തിനൊരുക്കിയ സ്ഥാനത്ത്. യഹോവേ, നിൻ അവകാശ പർവ്വതത്തിൽ നീ അവരെ നട്ടു. കർത്താവെ, തൃക്കായി സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിങ്കൽ തന്നെ. യഹോവ എന്നും എന്നേക്കും രാജാവായി വാഴും. എന്നാൽ ഫറവോൻ്റെ കുതിര അവൻ്റെ രഥവും കുതിരപ്പടയുമായി കടലിൻ്റെ നടുവിൽ ഇറങ്ങിച്ചെന്നപ്പോൾ യഹോവ കടലിൽ വെള്ളം അവരുടെ മേൽ മടക്കി വരുത്തി. ഇസ്രായേൽ മക്കളോ കടലിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോന്നു. അഹരോൻ്റെ സഹോദരി മിര്യാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്ത് സ്ത്രീകളെല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു. മിര്യാം അവരോട് പ്രതിഗാനമായി ചൊല്ലിയത്, യഹോവയ്ക്ക് പാട്ടുപാടുവീൻ, അവൻ മഹോന്നതൻ, കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. ഇവിടെ ഒന്നാം പാഠം അവസാനിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയത്ത് ഇന്നത്തേക്കാൾ നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി വായിക്കാവുന്നതാണ്. 122-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കാം. ഗായകസംഘ ഞായറാഴ്ചയായി ഈ വിശുദ്ധ ദിവസത്തെ ആരാധനയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 122. 122-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരുശലേമേ, അവിടെ ന്യായാസനങ്ങൾ ദാവീദ് ഗൃഹത്തിന്റെ ന്യായാസനങ്ങൾ തന്നെ ഇരിക്കുന്നു. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈര്യവും ഉണ്ടാകട്ടെ. എന്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയം നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും.
മൂന്ന് വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട് ഈ സമയത്ത് വാക്യപ്രതിവാക്യമായി വായിക്കാം. മൂന്ന് വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട്. കർത്താവിൻ്റെ സകല സൃഷ്ടികളുമേ കർത്താവിനെ വാഴ്ത്തുവേ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവേ. കർത്താവിനെ വാഴ്ത്തുവീൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവീൻ. ആകാശങ്ങളെ കർത്താവിനെ വാഴ്ത്തുവീൻ, ആകാശവിധാനത്തിനു മീതെയുള്ള വെള്ളങ്ങളെ കർത്താവിനെ വാഴ്ത്തുവീൻ. കർത്താവിന്റെ സർവശക്തികളെ കർത്താവിനെ വാഴ്ത്തുവീൻ, സൂര്യചന്ദ്രന്മാരെ കർത്താവിനെ വാഴ്ത്തുവീൻ. ആകാശത്തിനു നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവീൻ, മഴയും മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവേ. ദൈവത്തിന്റെ കാറ്റുകളെ കർത്താവിനെ വാഴ്ത്തുവീൻ, അഗ്നിയും ഉഷ്ണവുമേ കർത്താവിനെ വാഴ്ത്തുവീൻ. ശീതകാലവും ഉഷ്ണകാലവുമേ കർത്താവിനെ വാഴ്ത്തുവീൻ, മഞ്ഞുമുറച്ചു മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവേ. ഉറച്ച മഞ്ഞും ശീതവുമേ കർത്താവിനെ വാഴ്ത്തുവീൻ, ഉറച്ച വെള്ളവും ഹിമവുമേ കർത്താവിനെ വാഴ്ത്തുവീൻ. രാപ്പകലുകളെ കർത്താവിനെ വാഴ്ത്തുവീൻ, ഇരുൾവെളിവുകളെ കർത്താവിനെ വാഴ്ത്തുവീൻ. മിന്നലുകളും മേഘങ്ങളുമേ കർത്താവിനെ വാഴ്ത്തുവീൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവീൻ. ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ, അത്രയുമല്ല അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. പർവ്വതങ്ങളും കുന്നുകളുമേ കർത്താവിനെ വാഴ്ത്തുവീൻ, ഭൂമിയിലെ സകല സസ്യവർഗങ്ങളുമേ കർത്താവിനെ വാഴ്ത്തുവീൻ. കിണറുകളെ കർത്താവിനെ വാഴ്ത്തുവീൻ, സമുദ്രങ്ങളും നദികളുമേ കർത്താവിനെ വാഴ്ത്തുവീൻ. വെള്ളത്തിൽ ചരിക്കുന്ന തിമിംഗലാദി ജന്തുക്കൾ സകലവുമേ കർത്താവിനെ വാഴ്ത്തുവീൻ, ആകാശത്തിലെ സകല പറവകളുമേ കർത്താവിനെ വാഴ്ത്തുവീൻ. സകല മൃഗങ്ങളും കന്നുകാലികളും കർത്താവിനെ വാഴ്ത്തുവീൻ, മനുഷ്യമക്കളെ കർത്താവിനെ വാഴ്ത്തുവീൻ. ഇസ്രായേൽ കർത്താവിനെ വാഴ്ത്തട്ടെ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. കർത്താവിന്റെ പുരോഹിതന്മാരെ കർത്താവിനെ വാഴ്ത്തുവീൻ, കർത്താവിന്റെ ദാസന്മാരെ കർത്താവിനെ വാഴ്ത്തുവീൻ. നീതിമാന്മാരുടെ ആത്മാക്കളും ദേഹങ്ങളുമേ കർത്താവിനെ വാഴ്ത്തുവീൻ, ഹൃദയശുദ്ധിയും വിനയമുള്ള മനുഷ്യരെ കർത്താവിനെ വാഴ്ത്തുവീൻ. അനന്യാവും അസരിയാവും മീശായേലുമേ കർത്താവിനെ വാഴ്ത്തുവീൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവീൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ നമുക്ക് വാഴ്ത്താം, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്താം. കർത്താവേ, സ്വർഗീയ മണ്ഡലങ്ങളിൽ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നീ എന്നേക്കും സ്തുതിക്കപ്പെടുന്നവനും എല്ലാറ്റിലും മീതെ മഹോന്നതനുമാകുന്നുവല്ലോ. ഈ സമയത്ത് ഇന്നത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠഭാഗം വായിച്ച് കേൾക്കാവുന്നതാണ്. സെക്കൻഡ് ലെസൺ, രണ്ടാം പാഠം. ഗായക സംഘ ഞായറായ ഈ വിശുദ്ധ ദിവസത്തെ ആരാധനയ്ക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാന് ലഭിച്ച വെളിപ്പാടിൽ 19-ാം അധ്യായം 1-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിൻ്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു. തൻ്റെ ദാസന്മാരുടെ രക്തം അവളുടെ കൈകളിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്യുക കൊണ്ട് അവൻ്റെ ന്യായവിധികൾ സത്യവും നീതിയും ഉള്ളവ. അവർ പിന്നെയും ഹല്ലേലൂയ, അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്ന് പറഞ്ഞു. 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ വീണു നമസ്കരിച്ചു. നമ്മുടെ ദൈവത്തിൻ്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായ ചെറിയവരും വലിയവരും ആയുള്ളവരെ, അവനെ വാഴ്ത്തുവീൻ എന്ന് പറയുന്നൊരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. പിന്നെ അവൻ എന്നോട്,
കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ സത്യവചനം എന്നും എന്നോട് പറഞ്ഞു. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട്, അതരുത്, ഞാൻ നിനക്ക് യേശുവിൻ്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹവൃത്യനത്രേ. ദൈവത്തെ നമസ്കരിക്ക, യേശുവിൻ്റെ സാക്ഷ്യമോ പ്രവചനത്തിൻ്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോട് വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവൻ്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ. എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പും ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും. സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കോപവും ക്രോധവുമായ മദ്യത്തിൻ്റെ ചക്ക് അവൻ മെതിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. ഇവിടെ 2-ാം പാഠം അവസാനിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 36-ാം വാക്യം മുതൽ 40-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധ വചനത്തെ കേൾപ്പീൻ. The Gospel according to Saint Luke, chapter 19, verses 36 to 40. യേശു പോകുമ്പോൾ അവർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. അവൻ ഒലിവുമലയുടെ ഇറക്കത്തിനടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടം എല്ലാം തങ്ങൾ കണ്ട സകല വീരപ്രവൃത്തികളെയും കുറിച്ച് സന്തോഷിച്ചു. അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ. സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ ചില പരീശന്മാരോ അവനോട്, ഗുരു, നിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു. അതിന് അവൻ, ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ ഇവിടെ സുവിശേഷ വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. സഭയുടെ പാട്ട് നമുക്ക് ഈ സമയത്ത് വാക്യപ്രതിവാക്യമായിട്ട് ചൊല്ലാം. സഭയുടെ പാട്ട്. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ്, നീയാകുന്ന ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. നിത്യപിതാവായ നിന്നെ ഭൂമിയെല്ലാം വന്ദിക്കുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമി നിന്റെ പ്രഭാവം മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന്. കെരൂബുകളും സറാഫുകളും നിന്നെ നോക്കി ഇടപെടാതെ ആർക്കുന്നു. അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. പ്രവാചകന്മാരുടെ ഉത്തമ സംഘം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. അളവില്ലാത്ത മഹത്വമുള്ള പിതാവായി നിന്നെയും നിന്റെ വന്നിതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലാടുമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു.
ക്രിസ്തുവേ, നീ മഹത്വത്തിന്റെ രാജാവാകുന്നു. നീ പിതാവിന്റെ നിത്യപുത്രനാകുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ ഭരമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ മരണത്തിന്റെ മൂർച്ചയെ ജയിച്ചപ്പോൾ എല്ലാ വിശ്വാസികൾക്കും സ്വർഗരാജ്യത്തെ തുറന്നു. നീ ദൈവത്തിന്റെ വലത്തുഭാഗത്തു പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ഞങ്ങളുടെ വിധികർത്താവായ നീ വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തു വരാൻ നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവരെ എന്നേക്കുമുള്ള മഹത്വത്തിൽ നിന്റെ വിശുദ്ധന്മാരോട് കൂടെ എണ്ണിക്കൊള്ളണമേ. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ചു നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ ഭരിച്ച് എന്നേക്കും അവരെ ഉയർത്തണമേ. ദിനം പ്രതി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്ന് ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളെ പാപം കൂടാതെ കാത്തരുളണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങൾ നിങ്ങളെ ആശ്രയിക്കുന്ന പ്രകാരം നിന്റെ കരുണ ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ. കർത്താവേ, ഞാൻ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു. ഞാനൊരിക്കലും ലജ്ജപ്പെടരുതേ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ജ്ഞാനകീർത്തനങ്ങളിൽ 276 കീർത്തനത്തിൻ്റെ ആദ്യത്തെ 3 അവസാനത്തെയും ചരണങ്ങൾ ഈ സമയത്ത് ചേർന്ന് പാടാം. ഹിം നമ്പർ 276, ഫസ്റ്റ് 3 ആൻഡ് ലാസ്റ്റ് സ്റ്റാൻസ. 276 കീർത്തനം. യേശുവേ, മഹത്വം
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഗായസംഘ ഞായറാഴ്ചയായി ആഘോഷിക്കുന്ന ഇന്നേ ദിവസം പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ദിവ്യ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മളുടെ ഗായസംഘാംഗങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതിനോടൊപ്പം സഭയുടെ ശുശ്രൂഷയിൽ ഗായസംഘാംഗങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള സേവനങ്ങളെ ഓർത്ത് അവരോടുള്ളതായിട്ടുള്ള കൃതജ്ഞതയും ഈ സമയത്ത് സഭയുടെ പേരിൽ അറിയിക്കുകയാണ്. നമ്മളുടെ ഗായസംഘാംഗങ്ങളെ ഓർത്ത് അഭിമാനിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. അറിയപ്പെടുന്ന ഒരു ഗായസംഘമായി നമ്മളുടെ ഈ കൊയർ ഗ്രൂപ്പ് മാറിയിട്ടുണ്ട് എന്നുള്ളത് കോടുകുളഞ്ഞി ക്രൈസ്റ്റ് ചർച്ച് ഇടവകയെ സംബന്ധിച്ച് സന്തോഷകരമാണ്. ഈ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിൽ ഈ മഹാമാരിയുടെ പ്രതിസന്ധിയിലൂടെ ലോകം മുമ്പോട്ട് പോകുമ്പോൾ വിശ്രമമില്ലാതെ ശുശ്രൂഷ ചെയ്ത ഒരു കൂട്ടമാണ് നമ്മളുടെ ഗായസംഘം. ഓരോ ദിവസത്തെയും ആരാധന മനോഹരമാക്കി തീർക്കുവാൻ തക്കവണ്ണം സാധാരണയുള്ള ഞായറാഴ്ചകളിൽ അവർ ചെയ്തതിനേക്കാൾ കൂടുതൽ പ്രാക്ടീസ്, അതോടൊപ്പം തന്നെ റെക്കോർഡിങ്ങിനായിട്ട് കൂടി വരികയും ആരാധന മനോഹരമാക്കി തീർക്കുവാൻ തക്കവണ്ണം അവരുടേതായിട്ടുള്ള സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്യുമ്പോൾ നന്ദിയോടുകൂടി അവരെ സ്മരിക്കുന്നു. കഴിഞ്ഞൊരു ദിവസം എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്ത് കോറിസ്റ്റർ ഇപ്രകാരം എനിക്ക് മെസ്സേജ് അയച്ചു. കഴിഞ്ഞ സൺഡേ നാം പാടിയതായിട്ടുള്ള ഒരു പാട്ട് വളരെ മനോഹരമായിട്ട് ഗായസംഘം പാടി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ പാട്ട് കേൾക്കുന്നത്. ഏകദേശം 10-ൽ കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് തനി പാട്ട് കേട്ടു എന്ന് എനിക്ക് മെസ്സേജ് അയക്കുകയും അതോടൊപ്പം തന്നെ ഗായസംഘത്തെ അഭിനന്ദനം അറിയിക്കണമെന്ന് പറയുകയും ചെയ്തു. നമ്മളുടെ ഗായസംഘത്തിൻ്റെ പാട്ടുകൾ പലർക്കും ആശ്വാസവും സമാധാനവും നൽകുമ്പോൾ അവരുടെ ത്യാഗപരമായിട്ടുള്ള സേവനത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ഗായസംഘാംഗങ്ങളെയും അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് ഗായസംഘത്തിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും സഭയുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നതിനോടൊപ്പം അഭിനന്ദിക്കുകയും ചെയ്യട്ടെ. ഇന്ന് സഭയായിട്ട് നാം ചിന്തിക്കുന്ന വിഷയം സ്തുതിയും സ്തോത്രവും ജീവിതത്തിലൂടെയും ശുശ്രൂഷയിലൂടെയും, praise and worship through devoted life and ministry. ബീഥോവൻ എന്ന ലോകപ്രശസ്ത സംഗീതജ്ഞൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: മ്യൂസിക് ഈസ് ദ ലാംഗ്വേജ് സ്പോക്കൺ ബൈ ഏഞ്ചൽസ്. മാലാഖമാരുടെ ഭാഷ സംഗീതമാണ്. അങ്ങനെയെങ്കിൽ മാലാഖമാർക്ക് തത്തുല്യമായിട്ടുള്ള സ്ഥാനമാണ് ഓരോ ഗായസംഘാംഗങ്ങൾക്കുമുള്ളത് എന്ന് തിരിച്ചറിയണം. സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവം, സ്തുതികൾക്ക് യോഗ്യനായ കർത്താവ്, ആ കർത്താവിനെ മാലാഖമാരും കെരൂബുകളും സറാഫുകളും സ്തുതിക്കുന്നുവെങ്കിൽ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്
നാം കർത്താവിൻ്റെ മന്ദിരമാണ്. ആ മന്ദിരത്തിൽ എപ്പോഴും ആരാധന ഉയരണം. മാത്രമല്ല, സഭയെന്നുള്ളത് ഒരു ആരാധന സമൂഹം കൂടെയാണ്. ഈ ആരാധന സമൂഹത്തിൽ ആരാധനയ്ക്കും സംഗീതത്തിനും മാലാഖമാരെ പോലെ നേതൃത്വം നൽകുവാൻ ഗായസംഘാംഗങ്ങളെ നിയോഗിച്ചിരിക്കുകയാണ്. ഈ ഒരു തിരിച്ചറിവ് എല്ലാ ഗായസംഘാംഗങ്ങൾക്കും തീർച്ചയായിട്ടും ഉണ്ടാവേണം. മാത്രമല്ല, സഭയിലെ അംഗങ്ങൾ എന്ന നിലയിൽ ഒരു ആരാധനാ സമൂഹമാണ് നാം ഓരോരുത്തരുമെന്നും മനസ്സിലാക്കുകയും ചെയ്യണം. ക്രിസ്റ്റീന റോസറ്റായി ഇപ്രകാരം പറയുകയുണ്ടായി: മൈ ലൈഫ് ഈസ് മൈ മ്യൂസിക്. ജീവിതമാണ് എൻ്റെ ഗാനം. അതായത് നമ്മളുടെ ജീവിതമാകുന്ന ഗാനം ഏറ്റവും മനോഹരമായിരിക്കണം, താളാത്മകത ആയിരിക്കണം. സൃഷ്ടി കഥ നാം പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് സാധാരണ പറയാറുണ്ട്: ഡിസോർഡർ ടു ഓർഡർ, കെയോസ് ടു ലൈഫ്. കലങ്ങി മറിഞ്ഞ അവസ്ഥയിൽ നിന്നും താളമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്നും സകലത്തെയും ക്രമത്തിൽ കൊണ്ടുവന്നതാണ് സൃഷ്ടി എന്ന് പറയുന്നത്. കെയോസിന്റെ അനുഭവത്തിൽ നിന്നും ശൂന്യതയുടെ അനുഭവത്തിൽ നിന്നും സകലത്തെയും ജീവനിലേക്ക് കൊണ്ടുവന്നതാണ് സൃഷ്ടി എന്ന് പറയുന്നത്. പക്ഷെ മനുഷ്യന്റെ പാപം ഈ സൃഷ്ടിയെ വികലമാക്കി. ജീവിതത്തിന് താളം നഷ്ടപ്പെട്ടു. ജീവന്റെ അനുഭവത്തെ അവൻ നഷ്ടമാക്കി. മരണത്തിൻ്റെയും തിന്മയുടെയും സാഹചര്യത്തിലേക്ക് വഴിമാറിപ്പോയിപ്പോൾ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ശുദ്ധിയുള്ള അധരങ്ങളാൽ ദൈവത്തെ സ്തുതിക്കുവാൻ സൃഷ്ടിക്ക് സാധിക്കണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മളുടെ ജീവിത ഗാനം താളാത്മകമായി തീരണം. 1 ദിനവൃത്താന്തം 15-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ദേവാലയത്തിൽ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന ഗായസംഘാംഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പറയുന്നു, സംഗീതക്കാർ ശണപടം കൊണ്ടുള്ള അങ്കി ധരിക്കണം. 15-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. നമുക്കറിയാം, നമ്മളുടെ ഗായസംഘത്തിൻ്റെ യൂണിഫോം എന്ന് പറയുന്നത് വെള്ളയും ചുവപ്പുമാണ്. അതായത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട, ശുദ്ധീകരിക്കപ്പെട്ട, വിളിച്ചു വേർതിരിക്കപ്പെട്ട സമൂഹമാണ് ഗായസംഘാംഗങ്ങൾ എന്ന് അത് അർത്ഥമാക്കുമ്പോൾ ക്രിസ്തു ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിക്കപ്പെട്ടവരെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഭയിലെ തങ്ങളുടെ ഗാനം മാത്രമല്ല, സഭയിലെ തങ്ങളുടെ ജീവിതം മാത്രമല്ല, തങ്ങളായിരിക്കുന്ന സമൂഹത്തിലെ തങ്ങളുടെ ജീവിതവും ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതായിട്ട് തീരണം. അതായത് മനോഹരമായിട്ടുള്ള ഗാനം നമ്മായിരിക്കുന്ന ഇടങ്ങളിൽ ഉയർത്തുവാൻ തക്കവണ്ണം ഗായസംഘാംഗങ്ങൾക്ക് സാധിക്കണം. സെയിന്റ് അഗസ്റ്റിൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: നിങ്ങൾ അധരം കൊണ്ട് പാടൂ, ഹൃദയം കൊണ്ട് പാടൂ, ജീവിതം കൊണ്ട് പാടൂ. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു സമരക്കാരത്തെ സ്ത്രീയോട് പറഞ്ഞു, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. വർഷിപ്പ് ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്. എന്താണ് ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ? ഫീൽ ഇറ്റ് ആൻഡ് എക്സ്പീരിയൻസ് ഇറ്റ്. ആരാധന ഒരു അനുഭവമായിട്ട് മാറണം.
സത്യത്തിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ട്രൂത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. ട്രൂത്ത് ഇൻ ഇറ്റ്സ് ടോട്ടാലിറ്റി. അതായത് നമ്മളുടെ പ്രായോഗിക ജീവിതം ദൈവത്തിനുള്ള ആരാധനയെ വെളിപ്പെടുത്തുന്നതായി തീരണം. ഞാൻ പലപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട്, നമ്മൾ സഞ്ചരിക്കുന്ന ദേവാലയങ്ങളായി മാറണം. സഞ്ചരിക്കുന്ന ദേവാലയങ്ങളായി, നാം ചെല്ലുന്ന ഇടങ്ങളെ ദേവാലയങ്ങളായി രൂപാന്തരപ്പെടുത്തത്തക്കവണ്ണം നമ്മളുടെ ജീവിതം ഏറ്റവും താളാത്മകമായിരിക്കണം. നമ്മളുടെ ജീവിതമാകുന്ന ഗാനം മനോഹരമായിരിക്കണം. പ്രിയമുള്ളവരെ, അത് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിക്കുവാൻ സാധിക്കട്ടെ. ഹെവൻ ഈസ് ദ ഹോം ലാൻഡ് ഓഫ് മ്യൂസിക്. നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. അതായത് സംഗീതം എന്ന് പറയുന്നത് സ്വർഗാത്മകമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നാം പാടുന്ന ഇടങ്ങളെ സ്വർഗീയമാക്കി മാറ്റുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് സാധാരണ പറയാറുണ്ട്, ഓരോ കോറിസ്റ്ററും സിംഗിങ് മിഷണറീസ് ആണ്, പാടുന്ന മിഷണറിമാരാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഗാനങ്ങളെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പാടുകയും നമ്മളുടെ ജീവിതം ഒരു രൂപാന്തരത്തിലേക്ക് മാറുകയും അതോടൊപ്പം തന്നെ നമ്മളുടെ ജീവിതത്തിൽ അതിനെ പ്രായോഗികമാക്കുമ്പോൾ മറ്റുള്ളവർ ക്രിസ്തുവെങ്കിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യണം. അനേകരെ ഈ ആരാധന സമൂഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായിട്ടുള്ള ഉത്തരവാദിത്വമാണ് ഓരോ ഗായസംഘാംഗങ്ങൾക്കും ഉള്ളത്. അതുകൊണ്ട് സിംഗിങ് മിഷണറീസ് ആയിട്ട് നാം ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ തക്കവണ്ണം നമ്മളുടെ പാട്ടുകൾ, നമ്മളുടെ ഇടപാടുകൾ, നമ്മുടെ ആരാധന മറ്റുള്ളവരുടെ മനസ്സിൽ ആശ്വാസവും സമാധാനവും നൽകുന്ന ചാലകങ്ങളായി തീരുവാൻ കഴിയുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിക്കുവാൻ സാധിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളെ യെശയ്യാ പ്രവാചക പുസ്തകം 6-ാമത്തെ അധ്യായവുമായിട്ട് ഒന്ന് താരതമ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. മനോഹരമായിട്ടുള്ള ഒരു ആരാധനയുടെ ദർശനമാണ് ഉസ്യ രാജാവ് മരിച്ച ആണ്ടിൽ യെശയ്യാവ് കാണുന്നത്. ഒന്നാമത് കെരൂബുകളും സറാഫുകളും മലാഖമാരും ത്രിയേക ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മലാഖമാർക്ക് തുല്യമായിട്ടുള്ള സ്ഥാനമാണ് ഗായസംഘാംഗങ്ങൾക്കെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്ഥാനത്തെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ വിളിയെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. നമുക്കും ഒരു ആരാധന സമൂഹം എന്ന നിലയിൽ ജീവിപ്പാൻ സാധ്യമായിട്ട് തീരണം. രണ്ടാമത് ഞാൻ പറഞ്ഞത് യെശയ്യാ പ്രവാചക പുസ്തകം 6-ാമത്തെ അധ്യായവുമായിട്ട് താരതമ്യപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ദർശനം യെശയ്യാവിനെ സ്വയം കാണുവാൻ പര്യാപ്തനാക്കി തീർക്കുകയാണ്. യെശയ്യാവ് പറയുകയാണ്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. ആരാധിക്കുന്ന യെശയ്യാവ് സ്വയം തന്നെ തന്റെ പാപാവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് കരയുകയാണ്, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. ഗായസംഘാംഗങ്ങൾ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതമാകുന്ന ഗാനം ശുദ്ധിയുള്ളതാകണം, താളാത്മകമായി തീരണം. മൂന്നാമതായിട്ട് യെശയ്യാവ് മറ്റൊരു ദർശനം കൂടെ കണ്ടു, സമൂഹത്തെക്കുറിച്ചുള്ള ദർശനം. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്നുള്ള ശബ്ദം കേട്ടിട്ട്, അടിയനിതാ അടിയനെ അയക്കേണമേ. നാം പാടുന്ന ഇടം സ്വർഗീയമാക്കി തീരത്തക്കവണ്ണം ആരാധനയ്ക്ക് സാമൂഹ്യമായിട്ടുള്ള ഒരു ദർശനമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യെശയ്യാവ് ദൗത്യത്തിനായിട്ട് തന്നെ സമർപ്പിച്ചുവെങ്കിൽ ഓരോ ഗായസംഘാംഗങ്ങളും മാത്രമല്ല നമ്മളുടെ പാട്ടുകളൊക്കെ മറ്റുള്ളവരെ ആകർഷിക്കുന്നതായി തീരുവാൻ, ആരാധന സമൂഹത്തിലേക്ക് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവരുന്നതായി തീരുവാൻ, മറ്റുള്ളവർക്ക് ആശ്വാസവും സമാധാനവും പകരുന്ന നല്ല മിഷണറിമാരായിട്ട് തീരുവാൻ
നമുക്ക് തീർച്ചയായിട്ടും സാധിക്കണം. ഇത് നമ്മൾ വായിച്ചതായിട്ടുള്ള പഴയ നിയമവേദഭാഗം സ്തുതിയും സ്തോത്രവും ജീവിതത്തിലൂടെയും ശുശ്രൂഷയിലൂടെയും എന്നുള്ള ആ പ്രധാനപ്പെട്ട ആശയത്തെ നമുക്ക് വ്യക്തമാക്കി നൽകുന്ന വേദഭാഗമാണ്. പുറപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. സ്തുതിയും സ്തോത്രവും ജീവിതത്തിലൂടെയും ശുശ്രൂഷയിലൂടെയും. സ്തുതി എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. ദൈവം ആയിരിക്കുന്ന അവസ്ഥയിൽ അവനെ നാം അംഗീകരിച്ചുകൊണ്ട് മഹത്വീകരിക്കുന്നതിനെയാണ് സ്തുതി എന്ന് പറയുന്നത്. സ്തോത്രം എന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചതായിട്ടുള്ള നന്മകളോടുള്ള നമ്മുടെ പ്രതികരണം, സ്തോത്രാർപ്പണം, നന്ദി അർപ്പണം. സ്തുതിയും സ്തോത്രവും ഒരേ അർത്ഥത്തിൽ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും ഇതിന് വ്യത്യസ്തമായിട്ടുള്ള അർത്ഥമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ സ്തുതിയും സ്തോത്രവും ജീവിതത്തിലൂടെയും ശുശ്രൂഷയിലൂടെയും നമ്മളിന്ന് വായിച്ച ഈ വേദഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഈ വേദഭാഗത്ത് മനോഹരമായിട്ടുള്ള ഒരു ഗാനം നമുക്ക് ദർശിക്കാം. ദ സോങ് ഓഫ് മോസസ്, മോശയുടെ പാട്ട് എന്നാണ് ഇതിനെക്കുറിച്ച് പറയാറുള്ളത്. അതായത് ചെങ്കടൽ കടന്നതായിട്ടുള്ള ഇസ്രായേൽ മോശയുടെ നേതൃത്വത്തിൽ പാടുന്നതായിട്ടുള്ള പാട്ടാണിത്. വെളിപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ ഗണം, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം ഈ മോശയുടെ പാട്ടാണ് ഏറ്റുപാടിയത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതായത് ഇസ്രായേൽ ജനത, പഴയ നിയമ ഇസ്രായേൽ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ചെങ്കടൽ കടന്നപ്പോൾ പാടിയതായിട്ടുള്ള പാട്ട് പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നുവെങ്കിൽ പുതിയ നിയമ ഇസ്രായേൽ, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, വിശുദ്ധ ഗണം ഈ മോശയുടെ പാട്ട് തന്നെ ഏറ്റ് പാടുമ്പോൾ, പ്രിയമുള്ളവരെ, ഇറ്റ് ഈസ് എ സോങ് ഓഫ് വിക്ടറി, സോങ് ഓഫ് ദി സീ എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. വിജയത്തിന്റെ ഗാനമാണിത്. ഇവിടെ പറയുന്നുണ്ട്, ഞാൻ പാട്ടുപാടും, യഹോവ മഹോന്നതൻ, എൻ്റെ ബലവും സംഗീതവും അവനാണ്, അവൻ എൻ്റെ രക്ഷയാണ്. കാരണം കുതിരയെയും അതിൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളി ഇട്ടിരിക്കുന്നു. 21-ാമത്തെ വാക്യത്തിൽ മിരിയാം അത് ചേർന്ന് പാടുന്നുണ്ട്. മിരിയാം വീണ്ടും അത് ഏറ്റ് പാടുന്നുണ്ട്. പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന ദൈവത്തിന് മഹത്വം കരേറ്റുന്ന ആരാധന സമൂഹമായിട്ട് നമുക്ക് മാറുവാൻ കഴിയണം. ഇസ്രായേൽ മക്കൾ ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചപ്പോൾ ഈ ഗാനം പാടിയെങ്കിൽ പുതിയ നിയമ ഇസ്രായേൽ, രക്ഷിക്കപ്പെട്ടവർ കൂട്ടം, യോഹന്നാൻ കാണുന്നതായിട്ടുള്ള ദർശനത്തിൽ ഈ ഗാനം ഏറ്റു പാടുന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്കും പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും വിമോചിപ്പിക്കപ്പെട്ടവരായി ഈ ഗാനത്തെ ഏറ്റുപാടുന്ന ഒരു ആരാധന സമൂഹമായിട്ട് മാറുവാൻ കഴിയുന്നുണ്ടോ? ഈ പാട്ടിലാണ് ഇസ്രായേലിന്റെ ആദ്യത്തെ വിശ്വാസ പ്രഖ്യാപനം നമ്മൾ കാണുന്നത്. ഈ വേദഭാഗം വായിച്ചാൽ നടത്തിയ ദൈവം ആരാണ്? ആ ദൈവം തങ്ങളെ ഇനി നടത്തുവാൻ ശക്തനാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി അവർ വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ്. ഈ ഗാനത്തിൽ ഭാവിയിലേക്കുള്ള പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. പക്ഷേ ഈ ഗാനത്തിൻ്റെ ശേഷം നടക്കുന്നതായിട്ടുള്ള ഒരു സംഭവം അവരുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചതായിട്ടുള്ള പരാജയത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്. The Israelites failed to see the relationship between the affirmation of faith in their worship and in the application of their faith in their daily life. പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനതയ്ക്ക് ഈ ഗാനത്തിലൂടെ വിശ്വാസ പ്രഖ്യാപനമൊക്കെ നടത്തിയെങ്കിൽ തന്നെയും അല്പം കഴിഞ്ഞപ്പോൾ അവരുടെ പ്രായോഗിക ജീവിതത്തിൽ
എന്താണോ തങ്ങൾ ഈ ആരാധനയിൽ, ഈ ഗാനത്തിൽ വിശ്വാസ പ്രഖ്യാപനം നടത്തിയത്, അത് തങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ കഴിഞ്ഞില്ല. ഈ അധ്യായത്തിന് തന്നെ 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്, ചെങ്കടൽ കടന്ന ഇസ്രായേൽ മക്കൾ ശൂർ മരുഭൂമിയിൽ എത്തുകയാണ്. 3 ദിവസം അവർ വെള്ളമില്ലാതെ അലഞ്ഞു. അവർക്ക് മാറയുടെ അനുഭവം ഉണ്ടായപ്പോൾ ഈ ദൈവത്തിൽ അവർ വിശ്വാസമർപ്പിക്കാതെ മോശയ്ക്ക് നേരെ, ദൈവത്തിന് നേരെ പിറുപിറുക്കുകയാണ്. ചെങ്കടലിനെ വിഭാഗിച്ചവൻ, വെള്ളത്തെ രണ്ടാക്കി മാറ്റി ഉണങ്ങിയ നിലത്തുകൂടെ അവർക്ക് രക്ഷപ്പെടുവാൻ കർത്താവ് വഴിയൊരുക്കി എങ്കിൽ ഈ മാറയിലെ വെള്ളത്തെ ഡീൽ ചെയ്യുവാൻ ദൈവം ശക്തനെന്ന് വിശ്വസിക്കുവാൻ അവരുടെ ജീവിതത്തിൽ കഷ്ടത വന്നപ്പോൾ അവർക്ക് സാധിച്ചില്ല. പലപ്പോഴും നമ്മളുടെയും ജീവിതം ഇതുപോലെയാണ്, നമ്മളുടെയും ആരാധന ജീവിതം ഇതുപോലെയാണ്, നമ്മളുടെയും സംഗീതം ഇതുപോലെയാണ്. നമ്മൾ സംഗീതത്തിലൂടെ ഫെയ്ത്ത് അഫർമേഷൻ ഒക്കെ നടത്തും, വിശ്വാസ പ്രഖ്യാപനം നടത്തും, ഓരോ ദിവസവും ആരാധനയ്ക്ക് വന്നിരുന്ന് വിശ്വാസ പ്രഖ്യാപനമൊക്കെ നടത്തും. പക്ഷേ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും അത് എത്രത്തോളം ഫലകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നുണ്ട്. സോങ് ഓഫ് ദ സീ ആൻഡ് ദ വാട്ടർ ഓഫ് മാറ, അവരുടെ വിജയഗാനവും മാറയുടെ അനുഭവവും തമ്മിൽ ഒത്തുകൊണ്ടുപോകുവാൻ അവർക്ക് കഴിയാതെ പോയതായിരുന്നു ഇസ്രായേലിൻ്റെ പരാജയം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സോങ് ഓഫ് ദ സീ ആൻഡ് ദ വാട്ടർ ഓഫ് മാറ നമുക്ക് എത്രത്തോളം പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് വിജയത്തിൻ്റെ ഗാനം, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നമ്മുടെ ഗാനങ്ങളിലൂടെ പ്രതിഫലിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 40-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ പാടിയില്ലെങ്കിൽ കല്ലുകൾ ആർക്കും. ജനം യേശുവിന് ചുവന്ന പരവതാനിയൊക്കെ വിരിച്ച് സ്വീകരണമൊരുക്കുകയാണ്. ശിഷ്യന്മാരുടെ കൂട്ടം സ്തോത്രത്തോടെ അത്യുച്ചത്തിൽ ആർക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിലും ജനമാണ് ആർത്തത് എന്ന് പറയുന്നുവെങ്കിൽ ഇവിടെ ശിഷ്യന്മാരുടെ കൂട്ടം ആർത്തു എന്നാണ് പറയുന്നത്. അവന്റെ വീര്യപ്രവർത്തികളെക്കുറിച്ച് അവർ സന്തോഷിച്ചു. 118-ാമത്തെ സങ്കീർത്തനം 26-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ആരോഹണ ഗീതമാണത്. പെരുന്നാളിനായിട്ട് ഇസ്രായേൽ വരുന്ന ജനം പാടിക്കൊണ്ടാണ് അവര് ഈ ആഘോഷത്തിൽ സംബന്ധിക്കുന്നത് എങ്കിൽ ആ പാട്ടിന് അല്പം മാറ്റം വരുത്തി അവർ ഇപ്രകാരം പാടി, കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ. പീസ് ഇൻ ഹെവൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ മാലാഖമാർ പാടിയ പാട്ട്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ആ പാട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ ഫലമേറ്റുകൊണ്ടാണല്ലോ കരോൾ സർവീസൊക്കെ നമ്മൾ പങ്കെടുക്കുന്നത്. കരോൾ സർവീസ് ദേവാലയങ്ങളിൽ നടത്തുന്നത് എങ്കിൽ ഇവിടെയും ജനം ഇത് ഏറ്റുപാടുകയാണ്. സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം. ഈ പാട്ടൊക്കെ കേട്ടപ്പോൾ പരീശന്മാരും മഹാപുരോഹിതന്മാരും വന്ന് യേശുവിനോട് പറഞ്ഞു, നിന്റെ ശിഷ്യന്മാരെ വിലക്കുക. അപ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾ പാടിയില്ലെങ്കിൽ കല്ലുകൾ ആർക്കും. നിങ്ങൾ പാടിയില്ലെങ്കിൽ കല്ലുകൾ ആർക്കും. കല്ലുകൾ പാടില്ല. പക്ഷേ നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് സകല സൃഷ്ടികളും ദൈവത്തെ നിശബ്ദമായി ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവനുള്ളതൊക്കെയും ദൈവത്തെ ആരാധിക്കുകയാണ്. ഇവിടെ യേശു പറയുകയാണ്, നിങ്ങൾ പാടിയില്ലെങ്കിൽ നിശബ്ദമായിരിക്കുന്ന കല്ലുകൾ ആർത്തോ വിളിക്കും. എന്നാണ് അതിൻ്റെ അർത്ഥം? സകല സൃഷ്ടിയും താളാത്മകമായി ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവം. യേശു ക്രിസ്തു എന്ന മശിഹയെ, യേശുവിനെ ക്രിസ്തുവായിട്ട് അംഗീകരിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് അവനെ സ്വീകരിക്കുമ്പോൾ ഇസ്രായേൽ ജനതയ്ക്ക്, അവിടെ കൂടി വന്നവർക്ക് യേശു വെളിപ്പെടുത്തി കൊടുത്ത സത്യം ഇതാണ്.
സകല സൃഷ്ടിയും താളാത്മകമായി തീരുന്ന ഒരു മനോഹരമായിട്ടുള്ള അനുഭവമാണ് മശിഹ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. പുതിയ യെരൂശലേം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്, യേശു എന്ന രാജാവ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഇത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കൊലോസ്യ ലേഖനം എന്ന് പറയുന്നത് ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള പൂർണ്ണതയെക്കുറിച്ച് പറയുന്ന വേദഭാഗമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ 3-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് സഭയുടെ പൂർണ്ണതയെക്കുറിച്ച് പറയുന്നതാണ്. 3-ാമത്തെ അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ എന്ന് പറയുന്നത് ആ അധ്യായത്തിൻ്റെ തന്നെ സത്തയാണ്. അവിടെ പറയുന്നു, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ദൈവത്തിന് പാടുകയും വേണം. അതായത് ആത്മീകമായിട്ടുള്ള നമ്മുടെ പൂർണ്ണതയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ സംഗീതത്തിന് ഒരു സ്ഥാനമുണ്ട്. ആത്മാവിൽ പാടുന്നതിലൂടെയാണ് നമുക്ക് പൂർണ്ണത ലഭിക്കുന്നത് എങ്കിൽ, പ്രിയമുള്ളവരെ, യേശു പറഞ്ഞ ആ വാക്കുകൾ എത്ര അർത്ഥവത്താണ്. നിങ്ങൾ പാടിയില്ലെങ്കിൽ കല്ലുകൾ പാടി ആർക്കും. ആദിമസഭയെക്കുറിച്ച് പറയുന്നത് എ സിംഗിങ് ചർച്ച് എന്നാണ്, പാടുന്ന സഭ, എ സിംഗിങ് കോൺഗ്രിഗേഷൻ. നമ്മളുടെയൊക്കെ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അതാണല്ലോ, സിംഗിങ് കോൺഗ്രിഗേഷൻ, സിംഗിങ് ചർച്ച്, പാടുന്ന സഭ. ആദിമ സഭ കഷ്ടതയുടെ മധ്യത്തിലും പാടി. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ എന്ന് ഞങ്ങൾ പാടും. പ്രിയമുള്ളവരെ, പ്രതിസന്ധിയുടെ മധ്യത്തിലും മാറയുടെ അനുഭവത്തിലും നമ്മളുടെ ജീവിതത്തിന്റെ താളം നഷ്ടപ്പെട്ടു പോകാതെ ദൈവത്തെ ആരാധിക്കുന്ന സമൂഹമായി, ആത്മികമായിട്ടുള്ള നിറവ് പ്രാപിക്കുന്ന സമൂഹമായി നമുക്ക് തീരുവാൻ കഴിയുന്നുവെങ്കിൽ മാത്രമേ രക്ഷിക്കപ്പെട്ടവരുടെ ഗണം ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ അവരോട് ചേർന്ന് നമുക്കും പാടുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. മ്യൂസിക് വിതൗട്ട് ഗോഡ് ഇറ്റ് ഈസ് ഹോളോ. നമ്മളത് മറന്നു പോകരുത്. ദൈവമില്ലാത്ത ഗാനം പൊള്ളയായ മുഴക്കമാണ്. നമ്മുടെ ഗാനങ്ങൾ വെറും പ്രകടനങ്ങളായിട്ട് തീരരുത്. പുല്ലാങ്കുഴൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കാട്ടിൽ നിന്നും ഈറ്റ എടുക്കും, നിശ്ചിതമായിട്ടുള്ള നീളത്തിൽ അത് മുറിക്കും, നിശ്ചിതമായിട്ടുള്ള അകലത്തിൽ ചുട്ടുപഴുത്ത കമ്പി കൊണ്ട് അതിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കും. അത് വേദനാജനകമാണ്. ഈറ്റക്കുഴൽ സ്വർഗീയ നാദമുതിർക്കുന്ന പുല്ലാങ്കുഴലായിട്ട് മാറുന്നത് വെന്ത് നീറുന്ന കുത്തി തുളയ്ക്കലിലൂടെയാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മിലെ കഷ്ടത അറിയുന്നു. നല്ല സംഗീതോപകരണങ്ങളായി നമ്മളെ അവൻ രൂപാന്തരപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ പുല്ലാങ്കുഴലായിട്ട് അവൻ നമ്മളെ മാറ്റുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹ സംഗീതം ഉതിർക്കുന്ന മനോഹരമായിട്ടുള്ള പുല്ലാങ്കുഴലായി നമ്മളുടെ ജീവിതം മാറണം. ആർക്കും വേണ്ടാത്ത കാട്ടിലെ ഈറ്റ ഒരു സംഗീതോപകരണമായിട്ട് മാറുന്നുവെങ്കിൽ, എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത കർത്താവ് കഷ്ടതയുടെ അനുഭവത്തിലൂടെ മനോഹരമായിട്ടുള്ളൊരു സംഗീതോപകരണമായിട്ട് രൂപാന്തരപ്പെടുത്തുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്കൊരു ആരാധനാ സമൂഹമായി, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്ന ഗണമായി നമ്മുടെ ജീവിതത്തിലൂടെയും ശുശ്രൂഷയിലൂടെയും ഈ ആരാധന സമൂഹത്തിൻ്റെ നിറവിനെ സമൂഹത്തിൽ വെളിപ്പെടുത്തുന്നവരായി, മറ്റുള്ളവരെ ആരാധനാ സമൂഹത്തിലേക്ക് ആകർഷിക്കുന്നവരായി നമ്മുടെ ദൗത്യം നിറവേറ്റുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമുക്ക് നമ്മളുടെ വിശ്വാസത്തെ ചേർന്ന് പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയത്തിൽ ഉത്പാദിപ്പിക്കപ്പെട്ട് ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെ ഉയർത്തെഴുന്നേറ്റു,
അവൻ അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ ജീവനുള്ളവരെയും മനുഷ്യരെയും ഞാൻ വിധിക്കാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്വനായ കർത്താവേ, നിന്റെ നാമം ശുദ്ധീകരിക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരെയും ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. ഇന്നത്തേക്കായുള്ള പ്രത്യേക അപേക്ഷ. പെന്തക്കോസ്തിന് പിൻപ് 14-ാം ഞായർ, ഗായസംഘ ഞായർ, സ്തുതിയും സ്തോത്രവും ജീവിതത്തിലൂടെയും ശുശ്രൂഷയിലൂടെയും ദൈവദൂതന്മാരുടെയും സ്വർഗത്തിലെ സകല സൈന്യങ്ങളുടെയും സ്തുതികളിൽ മേൽ വസിക്കുന്ന പരിശുദ്ധനായ ദൈവമേ, അവിടെ ഞങ്ങളുടെ സ്തുതി സ്തോത്രയാഗങ്ങൾ സ്വീകരിക്കുന്നവനാകിയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആരാധനാ സമൂഹം എന്ന നിലയിൽ ഞങ്ങളുടെ വിളിക്കനുസരിച്ച് വേറിട്ടൊരു ജീവിതത്തിലൂടെയും ശുശ്രൂഷയിലൂടെയും അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സുഖദുഃഖ മധ്യത്തിൽ സദാ സാന്നിധ്യം നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങൾ ഞങ്ങൾ പകർന്നു നൽകണമേ. പരിശുദ്ധാത്മാവിന്റെ കിരീടങ്ങളായി രൂപാന്തരപ്പെടുവാനും ദൈവരാജ്യത്തിന്റെ സന്ദേശവാഹകരായി രൂപാന്തരപ്പെടുവാനും ദൈവരാജ്യത്തിന്റെ സന്ദേശവാഹകരായി ഞങ്ങളുടെ ശുശ്രൂഷ അനുസൂതം തുടരുവാനും സഹായിക്കണമേ. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ കലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സമാധാനത്തിനു വേണ്ടിയുള്ള അപേക്ഷ. ദൈവമേ, സകല വിശുദ്ധിയാഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവൃത്തികളും നിങ്ങൾ നിന്നല്ലോ വരുന്നത്. നിന്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുവാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിക്കുവാനും ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിക്കുവാനും ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ യോഗ്യത മൂലം നിന്റെ അടിയാരായി ഞങ്ങൾക്ക് നൽകണമേ. കൃപയ്ക്കു വേണ്ടിയുള്ള അപേക്ഷ. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങൾ ഇവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് ഭരിക്കുവാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവായ രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഗായസംഘ ഞായറാഴ്ചയായിട്ട് ആഘോഷിക്കുന്ന ഇന്നേ ദിവസം നമ്മുടെ ഗായസംഘം ഈ സമയത്ത് ഒരു പ്രത്യേക ഗാനം ആലപിക്കുന്നതാണ്. സ്പെഷ്യൽ സോങ്. ഗായകസംഘ ഞായറാഴ്ചയായി ആചരിക്കുന്ന ഇന്ന് നമ്മുടെ ഗായകസംഘം വിശേഷാൽ പാടുന്ന കരുതലിൻ കരം എന്ന ഗാനം ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്തോത്രഗാനമായി ഈ വർഷം മെയ്യിൽ എഴുതുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. 2 ചരണങ്ങളായി എഴുതിയ ഈ ഗാനത്തിന്
ജോയും ടിൻറ്റുവും ചേർന്ന് ഈണം പകർന്നു. ജോ ഈ ഗാനത്തിന് ഹാർമണൈസ് ചെയ്യുകയുണ്ടായി. സ്തോത്രഗാനത്തിന് പൂർണ്ണത കൈവരിക്കണമെങ്കിൽ പ്രതിഷ്ഠയുടെ അംശവും ഉണ്ടാകണം എന്ന ചിന്തയിൽ മൂന്നാമത് ഒരു ചരണം ഈ ഓഗസ്റ്റിൽ എഴുതി ചേർക്കുവാൻ ഇടയായി. ഈ ഗാനം പാടിയും റെക്കോർഡിങ്ങിലും മിക്സിങ്ങിലും സഹായിച്ച ഏവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമ മഹത്വത്തിനായി നമ്മുടെ ഈ ഗായക സംഘം അവതരിപ്പിക്കുന്നു കരുതലിൻ കരം. നാഥ, ഞങ്ങളുടെ കളങ്കങ്ങളെ കഴുകണമേ. അങ്കി അടിയങ്ങളെ ധരിപ്പിക്കണമേ. അടിയങ്ങളുടെ പ്രതിഷ്ഠ സ്വർഗം മാനിക്കണം. ഇതുവരെ പുലർത്തിയ വിധങ്ങളെ സ്തുതിച്ചിടാൻ ലഭിച്ചതാകുമ്പോഴായി എങ്ങൾക്ക് ഒന്നുമില്ല, ഏതുമില്ല, ഇത്രയേറെ സ്നേഹിച്ചിടാൻ നന്ദി നാഗാർപ്പിക്കുന്നു തിരുസവിധേ. ഒന്നുമില്ല, ഏതുമില്ല, ഇത്രയേറെ സ്നേഹിച്ചിടാൻ നന്ദി നാഗാർപ്പിക്കുന്നു തിരുസവിധേ. ഇതുവരെ നിറഞ്ഞതാം കലമിക്ക് കഴുകെന്നെ പവിത്രമാം നിലയങ്കി ധരിച്ചിടുവാൻ തിരുപാതയാണ് ഇന്നു പുതുക്കായുടമ്പടി പുതുകാലം കവിയത്തൻ ഹൃദയത്തിങ്കൽ. തിരുപാതയാണ് ഇന്നു പുതുക്കായുടമ്പടി പുതുകാലം കവിയത്തൻ ഹൃദയത്തിങ്കൽ. ഒരു കൃപ തരും നാഥൻ കമലത്തിൻ പാത
ഈ ദിവസങ്ങളിൽ ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്നവരുടെ പേര് വായിക്കുന്നു. ബർത്ത്ഡേ, ജന്മദിനം ആഘോഷിക്കുന്നവർ: റീന നൈനാൻ പുതുശ്ശേരി മന്ദിരം, കോശി തോമസ് കാവിൻ്റെ കിഴക്ക്, ഷൈവി ടി വർഗീസ് ചെങ്കൽ വടക്ക്, സീലിയ ജെയ്ജി കുഴിയമ്പുറത്ത് ജേവില്ല, ആരോൺ തോമസ് പൂമൂട്ടിൽ, മറിയാമ്മ ജോർജ് മങ്ങാട്ട് ഫേൺഹിൽ, ജീൻ തോമസ് പള്ളത്ത് കിഴക്കേതിൽ, ഐവിൻ ഷിബു തെറ്റിക്കുഴിയിൽ ഷിബുവില്ല, എബി ചെറിയാൻ ആര്യാട്ട് പുത്തൻവീട്, ബിനു ഫിലിപ്പ് ചേനത്ര തെക്ക്, ജെറിൻ ജേക്കബ് പാലത്തുംപാട്ട് ബഥേൽ, ജിനി വർഗീസ് പെരുങ്കുഴി തെക്ക് വാലേത്ത്, അനുഷ ബേബി റിനു കുറ്റിക്കൽ ഷാലോം ഹൗസ്, മേസി മാത്യു മണലേൽ പുത്തൻവീട്, അന്നമ്മ എഡിസൺ താനോത്ര നമ്പർ 2, ബിജോയ് നൈനാൻ മാത്യു തെങ്ങിൽ അവർ സിമ്പിൾ വേൾഡ്, ചാണ്ടി ജെ ആര്യാട്ട് ഭവൻ, ലീന എൽസ ഉമ്മൻ തെങ്ങിൽ ഭവൻ, ഐബ് കുരുവിള മാംതുറയിൽ, റവറൻ ഡോക്ടർ മാത്യു വർക്കി വാലേത്ത് കിഴക്ക് പുത്തൻവീട്, റിക്കി തോമസ് ചിറ്റേഴത്ത് പള്ളത്ത്, നിതിൻ ജോർജ് മോഡിപ്പറമ്പിൽ, മോബിൻ ബി വാഡൂലിൽ വടക്കേതിൽ മലയിൽ, ലിയ എലിസബത്ത് അലക്സ് പുതിയ വീട്, അന്നമ്മ ജോയ് മയൂത്തറയിൽ, സൂസൻ ജേക്കബ് കുമ്പമ്പുഴ മലയിൽ, ജെൻസൺ ഫിലിപ്പ് നൈനാൻ ഗ്രേസ് മന്ദിരം, സുശീൽ തോമസ് ഡേവിഡ് ആര്യവിലാസം, ഉമ്മൻ ജോസഫ് കുളഞ്ഞിത്തേക്ക്, അച്ചാമ്മ ചെറിയാൻ പെരുമ്പലത്ത് തെക്കേതിൽ, രഞ്ജിത്ത് കുരുവിള എബ്രഹാം കുറ്റിക്കൽ ഷാലു, റോണി മാത്യു വർഗീസ് തെങ്ങിൽ വില്ല, റോഷ്നി ജോസഫ് കാഞ്ഞിരം നിൽക്കുന്നതിൽ, ജോഹൻ നൈനാൻ ഉമ്മൻ തെങ്ങിൽ ഭവൻ, ഏഥുൽ ആൻഡ് മത്തായി കുഴിപ്പറമ്പിൽ കിഴക്കേതിൽ, അമിത് അജിത് അലക്സാണ്ടർ പള്ളത്തു ന്യൂവില്ല, അൽവിൻ അനീഷ് പെരുങ്കുഴി കിഴക്കേക്കര, റൂബൻ വർഗീസ് ജേക്കബ് തുതിക്കാട്ട്, ജെയ്ക് സിബി തോമസ് പുതുപ്പള്ളി തെക്കേതിൽ. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടിയ എല്ലാവർക്കും സഭയുടെ ആശംസകളെ അറിയിക്കുന്നു. നിങ്ങളുടെ പുതുവർഷം ദൈവത്തിൽ ഏറ്റവും അനുഗ്രഹിതമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. കഴിഞ്ഞ ആഴ്ചയിൽ വിവാഹ വാർഷികം കൊണ്ടാടിയവർ: മിസസ് ആൻഡ് മിസ്റ്റർ ബിനു ജോൺ വർഗീസ് കാർത്തികപ്പള്ളി പീടികയിൽ, മിസസ് ആൻഡ് മിസ്റ്റർ പി ഐ മത്തായി കൊച്ചുപറമ്പിൽ, മിസസ് ആൻഡ് മിസ്റ്റർ ബിജോയ് കോശി ജീസ്വില്ല, മിസസ് ആൻഡ് മിസ്റ്റർ റിനു ജോർജ് എബ്രഹാം കുറ്റിക്കൽ ഷാലു, മിസസ് ആൻഡ് മിസ്റ്റർ ബിബു ചെറിയാൻ ആഞ്ഞിരിമൂട്ടിൽ, മിസസ് ആൻഡ് മിസ്റ്റർ അജിത് ഫിലിപ്പ് പാലത്തുംപാട്ട് ശാന്തി ഭവൻ, മിസസ് ആൻഡ് മിസ്റ്റർ ഫിലിപ്പ് വർഗീസ് വലിയതുറയിൽ, മിസസ് ആൻഡ് മിസ്റ്റർ തോമസ് ജോൺ മയ്യൂത്തുറയിൽ, മിസസ് ആൻഡ് മിസ്റ്റർ ജേക്കബ് ചെറിയാൻ ആര്യവിലാസം, മിസസ് ആൻഡ് മിസ്റ്റർ പോത്തൻ കടയ്ക്കൽ കിഴക്ക്. കുടുംബ ജീവിതത്തിൽ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ച് എല്ലാവർക്കും ആശംസകളെ അറിയിക്കുന്നു. ദൈവത്തിൽ അനുഗ്രഹിതമായിട്ടുള്ള ഒരു കുടുംബജീവിതം നയിപ്പാൻ തക്കവണ്ണം സർവകൃപാലുവായിട്ടുള്ള ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനവും വിവാഹ വാർഷികവും കൊണ്ടാടി എല്ലാവരെയും, അതോടൊപ്പം തന്നെ ദൈവം നൽകിയതായിട്ടുള്ള പ്രത്യേക ദാനങ്ങൾക്ക്, അനുഗ്രഹങ്ങൾക്ക് സ്തോത്രാർപ്പണം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയത്ത് തലകളെ വണക്കാം. പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. പ്രാർത്ഥിക്കാം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. കരുണാസമ്പന്നനും പരിശുദ്ധനുമായിട്ടുള്ള ദൈവമേ, സ്വർഗ്ഗപിതാവേ, കഴിഞ്ഞ നാളുകളിൽ ജന്മദിനം കൊണ്ടാടി എല്ലാവരെയും, കുടുംബജീവിതത്തിൽ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ച പ്രിയപ്പെട്ട മക്കളെയും, കർത്താവ് നൽകിയിരിക്കുന്ന ദാനങ്ങൾക്ക്, അനുഗ്രഹങ്ങൾക്ക് പ്രത്യേക സ്തോത്രാർപ്പണത്തോടെ കടന്നു വന്നിരിക്കുന്നവരെയും അവിടുന്ന് കരുണയോടെ ദർശിക്കണമേ. അവർക്ക് ആയുസ്സും അനുഗ്രഹവും നന്മയും കൊടുത്തു. കുടുംബജീവിതത്തിൽ കൂട്ടിയോജിപ്പിച്ച നാൾ മുതൽ ഇന്നുവരെയും സ്നേഹത്തോടെ, കരുതലോടെ പരിപാലിച്ചു. കഴിഞ്ഞൊരു വർഷക്കാലം പ്രത്യേകമായി അവരുടെ ജീവിതത്തിൽ കൊടുത്ത അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം. നല്ലവനായിട്ടുള്ള ദൈവമേ, ഈ പ്രിയമക്കളെ അനുഗ്രഹിക്കണമേ. അവരുടെ ശരീരത്തിനും മനസ്സിനും സൗഖ്യവും ആരോഗ്യവും അവിടുന്ന് കൽപ്പിച്ച് കൊടുക്കണമേ. അവർ ആയിരിക്കുന്ന ഇടങ്ങളിലും സ്ഥാനങ്ങളിലുമൊക്കെ ഒരു ആരാധനാ സമൂഹമായി, ദൈവത്തിൻ്റെ പുല്ലാങ്കുഴലായി നല്ല നാദത്തെ ഉയർത്തുവാൻ തക്കവണ്ണം
അവരെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആപത്തും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ചു കൊള്ളണമേ. ജീവിതത്തിൽ നെടുവീർപ്പുകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ തളർന്നു പോകാതെ കഷ്ടതയിലും പാടുന്ന സമൂഹമായിട്ട് നിലനിൽപ്പാൻ ഈ പ്രിയമക്കളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്വകീയമായിട്ടുള്ള നന്മകൾ ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവം നൽകുമ്പോൾ ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി വിനയപ്പെടുത്തി സമർപ്പിപ്പാൻ ഈ പ്രിയമക്കൾക്ക് അവിടുന്ന് കൃപ കൊടുക്കണം. അനുഗ്രഹിച്ചാലും നാഥ, യേശു മശിഹ മൂലം അടിയങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന ദയ തോന്നി കേൾക്കണമേ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുന്നതിനു വേണ്ടി ഈ സമയത്ത് ക്രിസ്തീയ ഗീതങ്ങളിൽ 412 ഗീതം നമുക്ക് ചേർന്ന് പാടാം. ലിറിക് നമ്പർ 412, ഗീതം 412. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. വീണ്ടും ഒരു ഗായക സംഘ ഞായറായി ആചരിക്കുവാനിടയാക്കിയതോർത്തുകൊണ്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളുടെ മധ്യത്തിലും നമ്മുടെ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാനും പുതിയ പാട്ട് പാടുവാനും ഇടയാക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഉള്ളങ്ങളിൽ നിന്ന് വരുന്ന ഗാനം ദൈവ നടത്തിപ്പിൻ്റെയും നന്ദി അർപ്പണത്തിൻ്റെയും അനുഭവമായി തീരേണ്ടതിനും സാറാഫുകളോടൊപ്പം ചേർന്ന് അങ്ങേ ആരാധിക്കുന്നതിന് ഇടയാക്കേണ്ടുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഇന്ന് കേട്ട വചനത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഗായക സംഘത്തെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. നേതൃത്വം നൽകുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഗായക സംഘമായി സന്ധിക്കുന്ന മിഷണറി ദൈവകരങ്ങളിൽ
സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രതിസന്ധിയുടെ മധ്യത്തിലും സുവിശേഷം ആളുകളുടെ മധ്യത്തിൽ എത്തിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വർഷത്തെ കാരോൾ സർവീസിനെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ മഹാ ഇടവകയും നേതൃത്വം നൽകുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നടക്കുവാനിരിക്കുന്ന ബിഷപ്പ് ഇലക്ഷനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അച്ഛനെ കുടുംബമായി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ പ്രസ്ഥാനങ്ങളെയും ഓർക്കാം. വിശ്രമജീവൻ നയിക്കുന്ന എല്ലാ അച്ഛന്മാരെയും കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. COVID-19 പ്രയാസത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരെ മാനസികമായും ശാരീരികമായും ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ രോഗം ലോകത്തിൽ നിന്ന് പൂർണ്ണമായി നീങ്ങിപ്പോകേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. തുടർന്നുള്ള പ്രാർത്ഥനയ്ക്കായി രണ്ടാമത്തെ ലിത്താനി ഉപയോഗിക്കാം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ കർത്താവെ കരുണയുണ്ടാകണമെന്ന് പ്രതിവാക്യമായി പറയാം. കർത്താവെ കരുണയുണ്ടാകണമേ. മേലിൽ നിന്നുള്ള സമാധാനത്തിന് വേണ്ടിയും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിന് വേണ്ടിയും ദൈവത്തിൻ്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിന് വേണ്ടിയും സകല മനുഷ്യരുടെയും ഐക്യത്തിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സഭാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകന്മാർക്ക് വേണ്ടിയും വിശേഷാൽ നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടിയും ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും മർത്തോമാ സഭയുടെ മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടിയും നമ്മുടെ ബിഷപ്പിന് വേണ്ടിയും അവർ ശുദ്ധ ഹൃദയത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിന് നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കും വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാറായവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നമുക്ക് വേണ്ടിയും ക്രിസ്തുവിൻ്റെ നാമം ഏറ്റുപറയുന്ന ഏവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവഭൃത്യരോടും കൂടെ തൻ്റെ അന്തമില്ലാത്ത സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, നിന്റെ ആത്മാവ് ശരീരമാകുന്ന സഭയെ മുഴുവനും ഭരിച്ച് ശുദ്ധീകരിക്കുന്നുവല്ലോ. നിന്റെ വിശുദ്ധ സഭയിൽ എല്ലാ വിധത്തിലുള്ള ജനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ കഴിക്കുന്ന അപേക്ഷകളെയും പ്രാർത്ഥനകളെയും കൈക്കൊള്ളണമേ. അതിലുള്ള ഓരോരുത്തരും അവനവൻ്റെ വിളിയിലും ശുശ്രൂഷയിലും നിന്റെ സത്യത്തോടും ഭക്തിയോടും സേവിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം കൃപ അരുളേണമേ. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകിയതായിട്ടുള്ള എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും നമുക്ക് ദൈവത്തിന് ഈ സമയത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണയുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രതയ്ക്കായിട്ടും ഞങ്ങൾക്ക് മഹാവിനെയും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കു വേണ്ടിയും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്തതിന് വലുതിന് കൂടാത്ത സ്നേഹത്തിനു വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു.
ഞങ്ങൾ ഹൃദയങ്ങളുമായി കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിന് നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുൻപാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അതിരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിനും കൂടെ നിന്റെ സ്ത്രീയെ പ്രസിദ്ധിക്കുന്നതിനും നിന്റെ സകലങ്ങളെക്കുറിച്ച് ബോധം ഞങ്ങൾക്ക് വേണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്തൊക്കെ മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2 or 3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകളെയും പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെ അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവർത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിൻ്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. നോട്ടീസായിട്ട് ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഗായസംഘ ഞായറാഴ്ചയായിട്ട് ആഘോഷിച്ച ഇന്നേ ദിവസം ഈ ദിവ്യ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹത്തെയും സഭയുടെ പേരിൽ അറിയിക്കട്ടെ. ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ ഗായസംഘാംഗങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ഗായസംഘാംഗങ്ങളെയും, പ്രത്യേകിച്ച് ഗായസംഘ കമ്മിറ്റിയെയും ഗായസംഘത്തിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഈ സമയത്ത് സഭ അഭിമാനിക്കുന്നു. നിങ്ങളോടുള്ള ഹൃദയംഗമായിട്ടുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിക്കുകയും ചെയ്യട്ടെ. ഒരു ഗായസംഘ കുടുംബമായിട്ട് ഈ നാടുകളിൽ അർത്ഥവത്തായിട്ടുള്ള ശുശ്രൂഷ നിറവേറ്റുവാൻ തക്കവണ്ണം ഒരു ആരാധന സമൂഹമായിട്ട് നമ്മളുടെ സഭയും സമൂഹത്തെയും രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന ദിവസം ഈ ആരാധനയ്ക്ക് ശേഷം 11:15 ഗൂഗിൾ മീറ്റ് ഗായസംഘത്തിന് പ്രത്യേകമായിട്ടുള്ള പുനഃപ്രതിഷ്ഠാ ശുശ്രൂഷ നടത്തപ്പെടുന്നതായിരിക്കും. എല്ലാ ഗായസംഘാംഗങ്ങളും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണമേ എന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുന്നു. വിദേശത്തൊക്കെ കഴിയുന്ന നമ്മളുടെ ഗായസംഘാംഗങ്ങൾക്കും ഈ പ്രതിഷ്ഠാ ശുശ്രൂഷയെ സംബന്ധിപ്പാൻ തക്കവണ്ണം സാധിക്കും. ഗൂഗിൾ മീറ്റിൽ നടത്തപ്പെടുന്ന പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഏവരും സംബന്ധിക്കുമല്ലോ. നമ്മുടെ ആരാധനയുടെ സ്ട്രീമിംഗ് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും എല്ലാവർക്കും കാണത്തക്കവണ്ണം ക്രമീകരണം ചെയ്തിട്ടുണ്ട്. ഇപ്രകാരം ശുശ്രൂഷ മനോഹരമായിട്ട് എല്ലാവരും എത്തിക്കത്തക്കവണ്ണം കഠിനാധ്വാനം ചെയ്യുന്ന, ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന, പ്രത്യേകിച്ച് ഇന്നത്തെ ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ ഗായസംഘാംഗങ്ങളോടുള്ള പ്രത്യേകമായിട്ടുള്ള സ്നേഹത്തെയും നന്ദിയെയും അറിയിക്കുകയും ചെയ്യുന്നു. അടുത്ത ആഴ്ച രാവിലെ 9:30 ആരാധന സ്ട്രീമിംഗ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. പ്രാർത്ഥനയോടുകൂടി ശുശ്രൂഷയെ സംബന്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ ആരാധനയുടെ റെക്കോർഡിംഗ് അടുത്ത വ്യാഴാഴ്ച രാവിലെ 8:30 നടത്തപ്പെടുന്നതാണ്. COVID-19 മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ആർക്കെങ്കിലും താല്പര്യപ്പെടുന്നുവെങ്കിൽ ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കാവുന്നതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പൊതു ആരാധന എത്രയും പെട്ടെന്ന് ആരംഭിക്കാൻ സാധിക്കും എന്ന് കരുതുന്നു. നമുക്ക് ദേവാലയം തുറന്ന് ആരാധന ക്രമീകരിക്കുമ്പോൾ തന്നെ ലൈവ് സ്ട്രീമിംഗ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് നമുക്കൊരു ക്യാമറ ആവശ്യമാണ്, അനുബന്ധ ഉപകരണങ്ങൾ ആവശ്യമാണ്. സ്പോൺസർ ചെയ്യുവാൻ താല്പര്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് കോൺടാക്റ്റ് ചെയ്യണമേ എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. ബുധൻ വെള്ളി ദിവസങ്ങളിൽ ചെയിൻ പ്രയർ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഇത് നടത്തപ്പെടുന്നത്. 15 മിനിറ്റ് കുടുംബമായിട്ടോ വ്യക്തികളായിട്ടോ പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നവർ ദയവായിട്ട് നിങ്ങളുടെ ടൈം സ്ലോട്ട് അറിയിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ചൊവ്വാഴ്ച തോറും നമ്മൾ ടെലി പ്രയർ മീറ്റിംഗ്, ടെലിഫോണിലൂടെയുള്ള പ്രാർത്ഥനാ യോഗം ക്രമീകരിക്കാൻ ആഗ്രഹിച്ചു. കഴിഞ്ഞ 2 ആഴ്ചകളിലായിട്ട് അത് നടന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ പേർ അതിൽ സംബന്ധിക്കുന്നത് അനുഗ്രഹീതമായിരിക്കും.
അല്പസമയം മാറ്റി, മാക്സിമം 1 മണിക്കൂറാണ്, നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനും പ്രാർത്ഥിക്കുവാനും വചനം പഠിക്കുവാനും ലഭിക്കുന്ന അവസരത്തെ ഉപയോഗപ്പെടുത്തണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് യൂത്തിൻ്റെ ടെലിഫോൺ പ്രയർ മീറ്റിംഗ് നടത്തപ്പെടുന്നതാണ്. സൺഡേ സ്കൂൾ ഓൺലൈൻ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളും അതിൽ സംബന്ധിക്കണം. അധ്യാപകരും മാതാപിതാക്കന്മാരും കുഞ്ഞുങ്ങളെ ഇക്കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. സാമ്പത്തികമായിട്ടുള്ള സഹായം സഭാജനങ്ങൾ സഹകരിക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ദശാംശത്തിൻ്റെ കവറുകൾ, ജന്മദിന കവറുകൾ, വെഡിങ് ആനിവേഴ്സറിയുടെ കവറുകൾ, സ്തോത്രകാഴ്ച, ഇതൊക്കെയും നിങ്ങൾക്ക് കപ്പ്യാരുടെ കൈവശമോ ട്രഷാറിൻ്റെ കൈവശമോ നൽകി റെസീറ്റ് കൈപ്പറ്റാവുന്നതാണ്. സഭയുടെ കാര്യങ്ങൾ മുമ്പോട്ട് ക്രമീകരിക്കപ്പെടണമെങ്കിൽ ഏവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. എല്ലാവരും സഹകരിക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. കൂടുതൽ പേർ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ഈ നാടുകളിൽ സഹായം നൽകുകയും ചെയ്യണമേ എന്ന് ഓർമ്മിപ്പിക്കട്ടെ. നമ്മളുടെ ഈ മാസത്തെ വോയിസ് ക്രമീകരിച്ചിട്ടുണ്ട്. PDF ഫയലായിട്ട് വാട്സപ്പിലൂടെയും ഇമെയിലിലൂടെയും ഏവർക്കും അയച്ച് തരുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കോപ്പി ഭവനത്തിൽ എത്തിക്കുകയും ചെയ്യുന്നതാണ്. ഒരു പ്രാവശ്യം കൂടെ ഈ ദിവസശുശ്രൂഷ സംബന്ധിച്ച ഏവരോടുമുള്ള സ്നേഹത്തെയും നന്ദിയെയും സഭയുടെ പേരിൽ അറിയിക്കുന്നു. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. സ്തുതികളിന്മേൽ അധിവസിക്കുന്നവനായിട്ടുള്ള ദൈവമേ, സ്വർഗീയപിതാവേ, നിന്നെ ആരാധിപ്പാൻ തക്കവണ്ണം പ്രത്യേകിച്ച് ഒരു ഗായസം ഞായറാഴ്ചയായിട്ട് കൊണ്ടാടുവാൻ നീ ഞങ്ങളെ സഹായിച്ചതോർത്ത് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. മാലാഖമാർക്ക് തത്തുല്യമായിട്ടുള്ള സ്ഥാനം ഞങ്ങളുടെ ഗായസംഘാംഗങ്ങൾക്ക് കർത്താവെ ലഭിച്ചിരിക്കുമ്പോൾ തങ്ങളുടെ വിളിയെക്കുറിച്ചും തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും ഉത്തമ ബോധ്യമുള്ളവരായി ഉത്തരവാദിത്വത്തെ നിറവേറ്റുവാൻ ഏവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ആരാധനാ സമൂഹമായി താളാത്മകമായിട്ടുള്ള ജീവിതം നയിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് ഇടയാക്കണമേ. മാത്രമല്ല എല്ലാവരും ക്രിസ്തുവിനെ ആരാധിക്കുന്ന ഒരു സമൂഹമായി തീരത്തക്കവണ്ണം ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങളെ നിറവേറ്റുവാൻ ഞങ്ങളുടെ ജീവിതവും ഗാനവും ഒക്കെ മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്നതായി തീരുവാൻ, മറ്റുള്ളവർക്ക് സമാധാനം പകരുന്നതായി തീരുവാൻ, മറ്റുള്ളവരെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതായി തീരുവാൻ കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയിലെയും ഗാനങ്ങളിലെയും ഞങ്ങളുടെ വിശ്വാസ പ്രഖ്യാപനം ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ നൽകണമേ. കർത്താവെ, സ്വർഗീയ പിതാവേ, ക്രിസ്തുവിന് വേണ്ടിയുള്ള നല്ല പുല്ലാങ്കുഴലായി മനോഹരമായിട്ടുള്ള ഗാനം ഉതിർക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് ഉപയോഗപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവർക്കായിട്ടും സ്തോത്രം. അവരുടെയൊക്കെ ഭവനങ്ങളിലെ ഗാനം സ്വർഗതുല്യമാക്കി തീർക്കണമേ. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളെ സ്വർഗതുല്യമായി രൂപാന്തരപ്പെടുത്തുവാൻ നാഥ നീ കനിവ് തോന്നണമേ. ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളൊക്കെ ക്ഷമിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നല്ല ദാനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണം. സമാധാനത്താൽ ഞങ്ങളുടെ ഉള്ളങ്ങളെ അവിടുന്ന് നിറയ്ക്കുന്നുവല്ലോ. നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിച്ചാലും നാഥ യേശു മശിഹായിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന ദയതോന്നി കേൾക്കണമേ. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളുകയും നമ്മെയും സകല ലോകത്തും ഉണ്ടാക്കിയിരിക്കുന്ന പിതാവായ ദൈവത്തിനും നമ്മെയും സകല മനുഷ്യജാതിയെയും വീണ്ടെടുത്തിരിക്കുന്ന പുത്രനായ ദൈവത്തിനും നമ്മെയും ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട സകലരെയും ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിനും സർവമഹത്വം എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും കാവലും നമ്മുടെ ഇടയിലുണ്ടായി ഒരു ആരാധന സമൂഹമായിട്ട് നിലനിൽക്കുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ ആയിരിക്കാം.
Amen.